എന്തായാലും മലപ്പുറത്ത് നിന്ന് ഹുസൈൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഹുസൈൻ, താങ്കൾക്ക് സംസാരിക്കാം. ഈ അർജുനെ കാണാതായി ഇപ്പോൾ 5 ദിവസം ആവുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. അതിന്റെ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും തന്നെ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ചേലമ്പ്ര എന്നാണ് വിളിക്കുന്നത്, മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. പറയൂ സർ. ഞാൻ ചേലമ്പ്രാണ്. പറഞ്ഞോളൂ താങ്കൾ പറയുന്നത് കേൾക്കാം. എന്താണ് ഇക്കാര്യത്തിൽ താങ്കൾക്ക് പറയാൻ തോന്നുന്നത്? കാരണം ഇതൊരു സാധാരണക്കാരനായി പോയി. ഒരു ഉന്നതിയിലുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞോളൂ ഹുസൈൻ, കേൾക്കുന്നുണ്ട്. അതെ, ഉന്നതിയിലുള്ള ഒരാളാണെങ്കിൽ ഇവിടെ ഇതെല്ലാം നടക്കുക, എല്ലാ സംവിധാനങ്ങളോടും കൂടി ഇവർ ചെയ്യും. കാരണം 5 ദിവസമായി ഒരു മനുഷ്യന്റെ ജീവനാണ് ഈ മണ്ണിന്റെ അടിയിൽ കിടന്ന് ാവുന്നത്. വളരെ വേദനയോട് കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട് ഇവിടെ, ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. എന്നിട്ടും ഒന്നും ചെയ്യാതെ ഒരു മനുഷ്യ ജീവനും വേണ്ടി എന്താണ് ഇവർ ചെയ്യുന്നത്? അത് തന്നെയാണ് ഹുസൈൻ നമ്മളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു അവിടുത്തെ ഒരു മണ്ണിന്റെ ഘടനയുടെ പ്രശ്നം, മഴ പെയ്യുന്നതൊക്കെ തന്നെ ദുഷ്കരമാവുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അപ്പോൾ പോലും എന്താണ് ഇവർ ചെയ്യുന്നത് എന്നതിൽ പോലും വ്യക്തതയില്ല. ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷ് അവിടെ നിന്ന് സംസാരിക്കുമ്പോഴും കുറെ വാഹനങ്ങൾ വരുന്നു പോകുന്നു എന്നതിനപ്പുറം ഒന്നും അവിടെ നടക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെ വേദനയാണ് തോന്നുന്നത്. ഒരു മനുഷ്യ ജീവനാണ്. കുറച്ചു മുമ്പ് ഒരു മന്ത്രി പറഞ്ഞു, ഏതാ മന്ത്രി എന്ന് എനിക്കറിയില്ല, 2 ദിവസം കഴിയട്ടെ, 2 ദിവസം ക്ഷമിക്കണം. വളരെ വേദന ഉണ്ട് ഇത് കേൾക്കുമ്പോൾ. ഇവരൊക്കെ മനുഷ്യരല്ലേ? മനുഷ്യരാണെന്നുള്ള ചിന്ത പോലും ഇല്ല ഏത് മതമായാലും. അതാണ്, മതവും ജാതിയും അതൊന്നുമല്ല വിഷയം. നമ്മൾ അർജുന്റെ ജീവന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. വളരെയധികം നന്ദി ഹുസൈൻ മലപ്പുറത്ത് നിന്ന്. നോക്കൂ വിനീത, മനുഷ്യർ ചോദിക്കുകയാണ്, 5 ദിവസമായി ഒരു മനുഷ്യജീവൻ ആ മണ്ണിനിടയിൽ കിടക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് ഒരുപക്ഷെ ഒരു പ്രാദേശിക ഭരണകൂടത്തോടോ അവിടുത്തെ സർക്കാരിനോടോ അല്ല, ആ സിസ്റ്റത്തോടാണ്. ആ സിസ്റ്റം എന്ത് ചെയ്യുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിലെ പൗരൻ്റെ ജീവൻ ഇതാണോ വില എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ സിസ്റ്റം ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ ഭരണകൂടം, അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭരണകൂടത്തെ അല്ല, അത് കൃത്യമായി ആ സിസ്റ്റം ബാധ്യസ്ഥരാണ്. ഇവിടെയുള്ള അതേ ഉദ്യോഗസ്ഥ സംവിധാനം തന്നെയാണ് അവിടെയും.